ഞാനൊന്ന് വിളിച്ചോക്കട്ടെ. വിളിച്ചു പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ഹലോ, എന്താ പണി? ഇവിടെ ഉള്ള ആൾക്കാര് ആസ്പത്രിക്ക് പോയിക്കണു. ഓൾക്ക് എന്താ തലറ്റലാണ്, ഛർദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നും ഇപ്പൊ തന്നെയല്ലേ പണി, എന്നും പോക്കന്നല്ലേ. എന്നിട്ട് എന്തേലും ഉണ്ടാവലുണ്ടോ? ഒന്നും ഉണ്ടാവലൊന്നും ഇല്ലല്ലോ. അതേപോലെ തന്നെ ഇക്കാരതും. എവിടെ കുട്ടികളൊക്കെ? ഞാനെന്തായാലും ഓര് പോയി എന്നിട്ട് ഞാൻ വിളിക്കാം. എന്താണെന്ന് അറിയാലോ. ഒന്നും ഉണ്ടാവൂല, അത് ഞമ്മക്കറിയണല്ലേ. 10 കൊല്ലായിട്ടായി കല്യാണം കഴിഞ്ഞിട്ട്, എന്നിട്ട് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടൊന്നും ഇല്ലല്ലോ. എന്തായാലും ഞാൻ വിളിക്കാം എനക്ക്. എന്നിട്ട് പണികളൊക്കെ കഴിഞ്ഞില്ലപ്പോ? എന്നാ ശരി. എന്നാ കൊറച്ചേരായി പോയിട്ട്, ഇനിയിപ്പോ വരും. ആയിക്കോട്ടെ. കാണാനും ഇല്ലല്ലേ, എപ്പെങ്ങാനും പോയതാണ്. പോയി എന്നാ? പോയി അന്ന്. ഓൾക്ക് വിശേഷം ഉണ്ടോ? എന്നിട്ടിപ്പോ എന്താ ഡോക്ടർ പറഞ്ഞു? 3 മാസം റെസ്റ്റ് പറഞ്ഞിരുന്നു. റെസ്റ്റ് എടുത്തോട്ടെ. ഇതിനിപ്പോ റെസ്റ്റ് തന്നെയല്ലേ വേണ്ടത്. അന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താളാ, അന്നെ മുമ്പിട്ട് നേർന്നിട്ട് ഓരോന്നും ഉണ്ടാക്കണ്ടാന്ന്. ഇവിടെ നിക്കുമ്പോഴല്ലേ പണിയോട് എടുക്കുള്ളൂ. ഓളോളെ പെരേക്ക് പോയിക്കോട്ടെ. എന്തിനാ ഓളെ പെരേക്ക് പറഞ്ഞെങ്കിൽ എന്താ ഇവിടെ നിന്നാല്? ഞാനില്ലേ, എന്തെങ്കിലും ഒരു സഹായത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അന്റെ പെങ്ങളോട് വിളിച്ചാൽ മതിയല്ലോ. ആദ്യമായിട്ട് ഒരു പെരയിൽ ഒരു കുട്ടി ജനിക്കാൻ പോവല്ലേ, അപ്പൊ ഇവിടെ നിന്നോട്ടെ. എനിക്ക് ഇനി ഇടക്കിടക്ക് ഓളെ പെരേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ ഓളെ കാണാലോ. അതാ നല്ലത്. നിങ്ങൾ എന്താച്ച തീരുമാനിച്ചൂടി. ഇപ്പൊ പറഞ്ഞേക്കോള് സുഖവാസത്തിന്. ഓൾക്ക് വിളിച്ച് പറയട്ടെ. ഹലോ. പോലെ ആശുപത്രി പോയി വന്നിക്കണ്. ഞമ്മള് പറഞ്ഞ പോലെയല്ലേടി, ഓൾക്ക് പള്ളേലുണ്ട്. ഉണ്ട്. എന്ത് കാട്ടണം? ഇജ്ജ് ഇങ്ങോട്ട് വായോ. ഓൾക്ക് 3 മാസം റെസ്റ്റ് ഒക്കെ പറഞ്ഞിക്കണം അത്ര. ഇജ്ജ് ഇങ്ങോട്ട് വായോ. ഇവിടെ വന്നിട്ട് നമുക്ക് എന്താ വെച്ചാ തീരുമാനിക്കാം. ഇങ്ങനെ വിടാൻ പറ്റൂലല്ലോ ഇപ്പൊ. ഞാനേ ഓല് കേക്കോളൂ. ഞാൻ വെക്കട്ടെ എന്നാല്. എന്നാ ശരി. എന്നാ ഇവിടെ നിക്കണേക്കാൾ നല്ല ഞാൻ പെരേക്ക് പോവല്ലേ. അവിടെ ആവുമ്പോ ഞാൻ ഒതുങ്ങി കിടക്കും. ഇവിടെ ഞാൻ ഇങ്ങനെ കിടക്കുക എനിക്കറിയില്ല. ഉമ്മ പറഞ്ഞത് കേട്ടില്ല. ഇവിടെ നിക്കാൻ. ഇനി ഉമ്മാനെ വെറുതെ ഈ സമയത്ത് വെറുപ്പിക്കണ്ട. ഇജ്ജ് എങ്ങനെയെങ്കിലും ഇവിടെ നിക്ക്. അനക്ക് പണിയെടുക്കാനും ഓള് വരുമല്ലോ. ഞാൻ കുളിച്ചിട്ട് വരാട്ടോ. ആയിക്കോട്ടെ, ചെല്ലി. ആരതിപ്പോ അവിടെ ബെല്ലടിക്കും? കേറി വായോ. എവിടെ മരോള്? അവിടെ അതൊക്കെ എടുക്കണ്. കെടുത്തത്തില. അത് പിന്നെ ഏത് നേരവും കെടുത്തും തന്നെ. അല്ല, ഇജ്ജ് ഇന്ന് പോവന്നിട്ട്? ഇല്ലില്ല, ഞാൻ ഒരാഴ്ച നിക്കണം വെച്ചിട്ട് വന്നതാണ്. അപ്പൊ കുട്ടികളെ എടുത്ത അവിടെ കുട്ടികളെ വാപ്പ പിന്നെ ഉമ്മമ്മൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പൊ ഞാൻ വാറന്നൊന്നുമില്ല ചോദിക്കും. എന്തായാലും നന്നായേ ഉള്ളൂ. ഞാൻ ഇരിക്ക. ചായ എന്തേലും ഉണ്ടെങ്കിൽ ഇരിക്കേ. ഞാൻ ചായ എടുത്തേക്ക. വായാണ്ട് അടുക്കളേക്ക്. ഞാൻ ഓളൊന്ന് പോയി കാണട്ടെ. ചെല്ല്. അവിടെ ഉണ്ട് തമ്പുരാട്ടി കെടുക്കണു. ഞാൻ ചെല്ല്. എന്താണ്? കെടുത്തത്തിലാ? എന്താ ഡോക്ടർ പറഞ്ഞ്? റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കണു.
റെസ്റ്റ് പറഞ്ഞേ ഇനിയിപ്പോ എന്തായാലും ആൾക്ക് റെസ്റ്റ് എടുക്കാലോ, ഞാൻ ഉണ്ടല്ലോ ഇവിടെ. അജെപ്പളാ വന്ന്? ഞാൻ ഇതപ്പ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. ആൾക്കിന്ന് പണിയില്ലേ? പോവാണ്, ഓളായിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്നതേന്ന്. എന്തായാലും ഞാൻ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടാവും. ഓൾക്കിപ്പോ റെസ്റ്റ് പറഞ്ഞല്ലേ. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു പണിയെടുക്കാനൊന്നും ഉമ്മാക്ക് ഒറ്റയ്ക്ക് വയ്യ, അപ്പൊ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അതേ അങ്ങോട്ട് പോന്ന്. എന്നാ ഈ പോയിക്കൊന്നാലേ, ഇനിയിപ്പോ ഞാൻ ഇവിടെ ഉണ്ടല്ലോ. പെരേന്നൊക്കെ വിളിച്ചിരുന്നില്ലേ? ഇപ്പൊ എന്താ വയറിന്റെ ഉള്ളില് വേദന എന്തേലും ഉണ്ടോ? ചെറുതായിട്ട് വയറിന്റെ ഉള്ളില് വേദന, അതേപോലെ തലക്കെല്ലാം ചുറ്റണൊക്കെ ഉണ്ട്. എന്നുവെച്ച് കിടന്നോ, ഞാൻ പോയിട്ട് ചായ എന്തേലും കുടിക്കട്ടെ. കണ്ടില്ലേ, എനക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ ഓള് വന്നത്. ഇവിടെ തന്നെ നല്ലത്. അല്ല, എന്നിട്ട് ഇപ്പൊ എന്താ ഡോക്ടർ പറഞ്ഞു? ഡോക്ടർ എന്ത് പറയുന്നു? ഡോക്ടർ 3 മാസം അത്ര റെസ്റ്റ് പറഞ്ഞിരിക്കണത്. അതാണ് പറഞ്ഞിരിക്കണത്. തീരെ ഇളകാൻ പാടില്ല, കൊറേ കാലത്തിന് ശേഷം ഉണ്ടാവുകയല്ലേ. വല്ലാത്ത ആൾക്കാരല്ലേ. അപ്പൊ ഇനിയിപ്പോ ഓളെ പെരേക്ക് ഉണ്ടോ? ഓളെ പറഞ്ഞയക്കണൊന്നുമില്ല. ഓള് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആരാള്ളത്? ഇന്നെ കൂടെ ഒന്ന് ഒറ്റയ്ക്ക് പണിയെടുക്കാൻ വെച്ചാ പിന്നെ ഇപ്പൊ അന്നെ കൊണ്ട് ഉടുപ്പിക്കാനൊന്നും പറ്റൂലല്ലോ. ഓള് എടുത്തോങ്ങി. ഇങ്ങനെ മരുവാളും പ്രസവം നോക്കിയാണ്ട് നിന്നാ മതിയോ? ഇതെന്താ പറഞ്ഞു വരുന്നേ? എന്താ പറഞ്ഞു വരുന്നതെന്നോ? പൊന്നാരമ്മ, ഓനക്ക് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്വത്തും കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ പേരിൽ പോകൂലേ? പിന്നെ ഇത്രയും കാലം നമ്മള് കഷ്ടപ്പെട്ടൊക്കെ വെറുതാവും. ഓന് ഓളൊക്കെ സ്നേഹിച്ചു നിന്നത്. അതിനിപ്പോ എന്താ നമ്മള് ചെയ്യ? ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട്. ഞാൻ വരുന്ന വൈക്കന്നെ മെഡിക്കൽ സ്റ്റോറിൽ ഒരു ഗുളിക വാങ്ങിയത്. അത് അബോർഷൻ ആവാനുള്ള ഗുളികയാണ്. അത് ഒരു വെള്ളത്തിൽ കലക്കിയിട്ടൊക്കെ കൊടുത്താൽ മതി, അറിയൂല. അതെ, എന്നാ പിന്നെ എന്നെ നല്ലത്. ഓളെടുത്ത് പറ്റിയ തെറ്റാണെന്ന് വിചാരിച്ചോളൂ. ഓളോട് നീ പെരേ പോണ്ടാറിനപ്പോ എന്തോള് പറഞ്ഞു? ഓളെന്താ ഓൻ പറഞ്ഞു ഇവിടെ നിക്കാന് എന്നെ. ഓനിക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടല്ലോ, കളയണ്ട. ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞാലേ ചിലപ്പോ കേട്ടുകാണ്ട് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല പ്രശ്നവും. ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ട് ഞാൻ പോണുള്ളൂ. ഇനിയിപ്പോ എന്തായാലും ഇവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയണ്ട, ഞാൻ പോട്ടോ. ഞാൻ എന്താ ഫുള്ള് കുടിക്കാതെ ചായ? മതി ചായ. എന്താ ഇപ്പൊ കെടുക്കാൻ പറഞ്ഞപ്പോ കെടുത്തം തന്നെ? എന്നോട് ഉമ്മ നീച്ചിട്ടേ പണികളൊക്കെ എടുക്കാൻ പറഞ്ഞിരിക്കണ്. ഇവിടൊക്കെ നല്ലൊന്ന് അടിച്ചോരി വൃത്തിയാക്കാൻ, അടിച്ചോരി തുറക്കാൻ പറഞ്ഞു ഉമ്മ. റെസ്റ്റ് പറഞ്ഞതല്ലേ? എന്ത് റെസ്റ്റ്? അതൊക്കെ ഡോക്ടർമാര് വെറുതെ പറയണതാണ്. ഞാൻ ഇപ്പൊ ഉമ്മാനോട് എല്ലാം ചോദിച്ചല്ലോ. അപ്പൊ ഡോക്ടർ പറഞ്ഞത് 3 മാസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിരിക്കണു. എന്ന് വിചാരിച്ചിട്ട് അടഞ്ഞു കിടക്കാനൊന്നും പറഞ്ഞിട്ടുണ്ടാവൂല ഡോക്ടർ. ഞാനിപ്പോ 2 പ്രസവിച്ച തന്നെയല്ലേ. ഇത് നീച്ചിട്ട് വന്നിട്ട് എവിടെ ഒന്ന് അടിച്ചോരി തുടച്ചിട്ടാളാ. ആകെ പരന്ന് എടുക്കണം. മേമായ പിന്നെ ഒരു കാര്യം കൂടി, എന്റെ മാപ്പിള ഉണ്ടാവുമ്പോ ഞാൻ നല്ലപോലെ വർത്താനം പറഞ്ഞോളൂ. പക്ഷെ ഓൻ പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് വെച്ചാൽ അതൊന്നും പ്രതീക്ഷിക്കണ്ട. എനിക്ക് ഇന്നെ നന്നായിട്ട് അറിയാലോ. വന്ന് അടിച്ചു വരാൻ നോക്ക്. എനിക്കറിയായിരുന്നു ആങ്ങളുടെ മുന്നിട്ടുള്ള നാടകമാണത് എന്നുള്ളത്. പിന്നെ ഇനിയിപ്പോ ഞാനായിട്ട് ഇനി പോലെ പറയണത് ശരിയല്ലല്ലോ വെച്ചിട്ട് എന്തായാലും ഇവിടെ കിടക്കാൻ പറ്റില്ല എന്നുള്ളത് നന്നായിട്ട് അറിയാം. ഈ കട്ടിന്റെ ചോടൊക്കെ നല്ലൊന്ന് അടിച്ചൊരിക്കാളാ. ഇങ്ങനെ ഇളകാതിരുന്നാലൊന്നും പ്രസവം നടക്കുന്നൊന്നും നോക്കണ്ട.
എന്നോട് ഡോക്ടർ അങ്ങനെ പലതും പറയും, റെസ്റ്റ് എടുക്കാനും കുമ്പിട്ട് അടിച്ചാറുണ്ടാന്നൊക്കെ ഡോക്ടർമാര് പറയും. സുഖപ്രസവം ആവണമെന്നുണ്ടെങ്കിലേ കുറച്ചൊക്കെ ഒന്ന് ബുദ്ധിമുട്ടണം നമ്മള്. ആ കട്ടില് ചോടൊക്കെ നല്ലത് കുമ്പിട്ട് നിന്നിട്ട് ഒന്നാണ്ട് അടിച്ചൊഴിക്കാം. അവിടെ അയട്ടെ വയറും കാര്യമൊക്കെ. തുടക്കമൊക്കെ തന്നെ എല്ലാരും തുടക്കത്തിലൊക്കെ നല്ല പണികളൊക്കെ എടുത്തിരുന്നു. ഞാൻ ചെയ്തോ. ഇജെന്തായാലും തിരുമ്പാൻ പോവല്ലേ? ഇന്റെ ഉണ്ട് 2 കൂട്ട് ഡ്രസ്സ് ആ ബാഗില്. അതും കൂടി ഒന്ന് തിരുമ്പിട്ടോ. ഇന്ന് രാവിലെ തിരുമ്പാളാക്കിട്ട് അങ്ങോട്ട് പോരുക ചെയ്തത്. എന്നാ അവിടുന്ന് തിരുമ്പിട്ടില്ല. അത് താത്ത തിരുമ്പൂലേ? ഞാൻ ഇതൊന്നും കൂടെ ഒലിമ്പിടാച്ചിട്ടാ. അതിപ്പോ ഇജ്ജൻ തിരുമ്പിക്കാളാ. ഓളിപ്പോ ഇന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. ഓളിപ്പോ ഇവിടെ വന്നിട്ട് പണിയെടുക്കാനപ്പൊ ഇങ്ങോട്ട് വന്നിക്കണത്. ഞാനൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ അത് പോയി തിരുമ്പിക്കാളാ. ഇതല്ലേ? ഓൾക്ക് മേലെ അനങ്ങാൻ വെച്ച. ഓളെക്കൊണ്ട് പണിയെടുപ്പിക്കേണ്ട കാര്യേ. ഞാൻ നോക്കട്ടെ. ഓൾക്ക് പണിയെടുത്തിട്ട് ഒരു വയറുവേദന ഊരവേദന എന്തെങ്കിലുമൊക്കെ വരണം. എന്നാലേ നമ്മളെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഫോൺ അടിക്കണ്ടല്ലോ. ഞാൻ എന്റെ മാപ്പിള നിങ്ങൾ മുണ്ടല്ലിട്ടോ. അലിക്ക. ഞാൻ ഇവിടെ എത്തിയിരുന്നു. അതെ, ഫോണില് ചാർജ് ഉണ്ടായിരുന്നില്ല. ഞാൻ കുത്തി വെച്ചിരിക്കുന്നു. അതാ ഞാൻ വിളിക്കാൻ വേണ്ടി നിൽക്കുന്നേന്ന്. എന്ത് പാട്? ഓലത് അവിടെ കെടുക്കണ്. കൊഴപ്പൊന്നുമില്ല, റെസ്റ്റ് ആണ് പറഞ്ഞിക്കണ്. പിന്നെ ഞാനും എന്തായാലും 2 ദിവസം കൊണ്ടൊന്നും വരൂല. ഒരാഴ്ച ഒക്കെ നിക്കട്ടെട്ടോ. ഇവിടെ ഇമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ. ഉമ്മാക്ക് എല്ലാ പണികളും കൂടി എടുക്കാൻ വെക്കോ. പിന്നെ ഓലവിടെ കെടുക്കല്ലേ വെയ്യാത്തോണ്ട്. ഓൽക്ക് റെസ്റ്റ് പറഞ്ഞല്ലേ ഡോക്ടർ. അപ്പൊ ഞാനും കൂടി വന്നാ ശരിയാവൂല. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാലോ ഓൽക്ക്. കുട്ടികള് അവിടെ നിന്നോട്ടെ. ആയിട്ട് ക്ലാസ് ഉള്ളതല്ലേ. ക്ലാസ് ഇല്ലാത്തന്ന് ഇങ്ങോട്ട് കൊടുന്നാ മതി. ആ ഞാൻ വിളിക്കണ്ട്. ഞാൻ നല്ല നോക്കിക്കോണ്ട്. ശരി. കോലമാടൻ എന്തോ പറയുന്നത്? നിങ്ങളെ പുന്നാര മരുമോളെ നല്ല നോക്കാന്. കൊറേ കാലത്തിന് ശേഷം ഉണ്ടാവില്ലേ കുട്ടീന്. പയല്ല പണി. ഓൾക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഞമ്മക്കാണ് ഇടങ്ങുറന്നുള്ളതേ. നിന്റെ മാപ്പിളക്ക് അറിയില്ലല്ലോ. ഈ കണ്ട സ്വത്ത് സമ്പത്തൊക്കെ ഓളെയും ഓളെ കുട്ടിയുടെ പേർക്കാ പോവുക. പിന്നെ ഞമ്മളെന്തിനാ? ഞാൻ ഈ വീടും മോന്റെ അടുത്തുള്ള മുതലും കണ്ടിട്ടാണ് പുതിയ വീടിന്റെ താർപ്പണയൊക്കെ കഴിച്ചിട്ട് വലുതൊന്ന് കൊളാവും. പിന്നെ എന്തൊരു സ്നേഹാണ് എന്റെ മാപ്പിളക്ക് ഓനോടൊക്കെ. അങ്ങനെ ഇപ്പൊ വെറുതെ വിടാൻ പറ്റൂലല്ലോ എന്തായാലും. അമ്മ ഓള് വരുന്നുണ്ട്, ഉണ്ടണ്ട. എന്താ ഈ വയറുമ കുടിച്ച് നിക്കണ്? നല്ല ഊരവേദന വയറുവേദന ഒക്കെ ഉണ്ട്. എന്താന്നറിയില്ല. എന്നാ കൊറച്ചേരം പോയിരുന്നോ. പിന്നെ അടുത്ത പണി എടുത്താ മതി. അവിടെ പോയിരുന്നോ. അതന്നെ പറയണത്. പോയി കിടന്നോ കൊറച്ചേരം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നീച്ചാ മതി.
ഉമ്മ ഇതന്നെ നല്ല താപ്പ്. നിങ്ങള് വരി. വായോ. പിന്നെ നിങ്ങൾ ഈ വെള്ളം നോക്ക് കൊണ്ടുകൊടുക്കി. എന്തായാലും വയറുവേദന നാട്ടിൽ ഇരിക്കല്ലേ, അപ്പൊ ചൂടുവെള്ളമാണെന്ന് പറഞ്ഞാൽ മതി. ഇതിന് പ്രത്യേകിച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവൂല. ഇത് വേഗം ഒന്ന് കൊണ്ടുകൊടുക്കിട്ടോ. കൊണ്ടുകൊടുത്തോക്കല്ലേ. കൊണ്ടുകൊടുത്തിട്ട് കുടിക്കാൻ പറയും. വയറുവേദന മാറാൻ വേണ്ടിട്ടാണ് പറഞ്ഞാൽ മതി. ഇജും കൂടി വായടി. ഞാൻ വരുന്നില്ല, ഞങ്ങള് ചെല്ലി. പടച്ചോനെ, കലങ്ങിയാ മതിയായി മോളത്ത്. കുറവുണ്ടോ? ഇല്ല. എന്നാ ഈ വെള്ളം നല്ല കുടിച്ചാളാ. എന്നാ മതിമ്മ. അല്ല, ഫുള്ള് കുടിക്ക്. മതി. ഇന്ന് ഇജ്ജ് കൊറച്ചേരം അവിടെ കിടന്നോ. എന്തായി? കൊടുത്താ? കൊടുത്ത്. കൊറച്ച് കുടിച്ചിട്ടുള്ളൂ, ഫുള്ള് കുടിച്ചിട്ടൊന്നും ഇല്ല. കൊറച്ചൊക്കെ കുടിച്ചാ മതി, ഫുള്ള് കുടിക്കണമെന്നൊന്നും ഇല്ല. എന്താവണവലെ, നോക്കിയൊക്ക. പേടിയാവുണ്ടടി, എന്തൊക്കെ ആവുകയാണാവോ. നമ്മ കൊടുത്തതാന്ന് അറിയുവാണാവോ. ഇത് വേദന. ഉമ്മ, സാദിയെ, സാദിയെ. തോള് കരയുന്നുണ്ട്. ഇപ്പൊ തന്നെ അവിടെ പോണ്ടട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. നമ്മളിവിടെ ഇല്ലാന്ന് വിചാരിച്ചോളൂ. കുറച്ചോനെ എന്തൊക്കെ ആവണോ. സാദിയെ, സാദിയെ, ഇമ്മ. ഇവരൊക്കെ എവിടെയാണ്? ഇമ്മ, ഇമ്മ. സാദിയെ. ഉമ്മയുടെ കുട്ടി ഇങ്ങനെ കരയല്ലേ, പറിച്ചോൻ വിരിച്ചിട്ടുണ്ടാവൂല, അതേ ഇക്കാരം. ഇങ്ങനെ കരഞ്ഞിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാണ്? എങ്ങനെ ഉമ്മ ഞാൻ സങ്കടപ്പെടാതിരിക്ക? നിങ്ങള് എത്ര കൊല്ലായിട്ട് കാത്തിരുന്നിട്ട് ഒന്നും ഉണ്ടായിരുന്നറിയ നിങ്ങക്ക്. പോയില്ല. എന്നോടിപ്പോ എന്താ പറയണ്ടെന്ന് ഉമ്മക്ക് അറിയില്ല. എന്ത് കാട്ടാനാ? അനക്ക് ആ ഡോക്ടർ അന്ന് റെസ്റ്റിന് പറഞ്ഞപ്പോ തന്നെ ആണ്ട് പോന്നൂടായില്ലേ? ഇവിടുന്നുള്ള പണികളൊക്കെ എടുത്തിട്ടല്ല ഇപ്പൊ ഇത് ഇങ്ങനെ ആയത്. അന്റെ മാപ്പയാണെങ്കി ഇപ്പൊ പറഞ്ഞ വിശ്വസിക്കും ചെയ്യൂല.
ഓനെന്താ പറയാ, എന്നോട് പണിയെടുക്കരുത് എന്ന് പറഞ്ഞതല്ലേന്ന്. പക്ഷെ എന്റെ അമ്മായിമ്മ എന്റെ നാത്തൂനും കൊണ്ട് എടുപ്പിച്ചതാണെന്ന് പറഞ്ഞോണ്ടോ വിസയിക്കണു. എന്താ കാട്ടന്മാർ കുട്ടി സങ്കടപ്പെടല്ലേ. നിങ്ങൾ പറയും പോലെ ഓല് ചെയ്തതാണെന്നുള്ളത് ഒക്കെ വിശ്വസിക്കൂല. ഇന്നിവിടെ ഇട്ടിട്ട് കൊല്ലാക്കൊല്ല ചെയ്യുന്നൂല് പണിയോട് ഉടുപ്പിച്ചിട്ട്. അതിലാണ് ഇങ്ങനെ വന്നത്. കുറച്ചു കാണുന്നുണ്ടല്ലോ അതൊക്കെ. അതിനുള്ളൊരു വഴി പറിച്ചോ തന്നെ കാണിച്ചു തരും. എന്താ ഞാൻ പറയപ്പ എന്നോട്, ഇങ്ങനെ കരഞ്ഞിട്ട് ഉമ്മാന്റെ കുട്ടിയുടെ തടിയാണ് ഇല്ലാതാവണത്. ഇപ്പോഴും ഡോക്ടർ റെസ്റ്റ് തന്നെയല്ല പറഞ്ഞിക്കണത്. ചാണ്ട് പോരെന്നാല് അവിടെ കിടക്ക. ഞാൻ എവിടക്കൂല്ല അമ്മ, നിങ്ങൾ പൊയ്ക്കോളി, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതായി. ഓളമ്മ വന്നിട്ടേ എന്തൊക്കെ കുസുകുസു ചെല്ലുന്നുണ്ട് ഉമ്മയും മകളും കൂടി. എന്തൊക്കെയാണ് ആവും, ഇനി നമ്മളാ ചെയ്തിക്കണെന്നുള്ളത് അറിഞ്ഞിക്കണാവും. പേടിയാവുണ്ട്. പിന്നെ എന്തിനു പോലെ അവിടെ വാതിൽ അടച്ചിട്ടിക്കാണ്ട് നിന്നിട്ട് വർത്താനം പറഞ്ഞത്. ഇങ്ങാണ്ട് ചെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇവിടെ നടക്കൂലെന്ന്. മകളെ കൊണ്ടുപോകാൻ പറഞ്ഞാളി. ഓളും കൂടി പോയി കഴിഞ്ഞാൽ നമ്മള് കേച്ചിലായി. എന്തൊക്കെ പറയുന്നുണ്ട് കുസുകുസായിട്ട്. ഇനി നമ്മളെ കുട്ടിയേറ്റാണ് ആവോ. ഞാൻ പോയാക്കട്ടെ. ചെല്ലി. അതെ, ഈ വാതിൽ അടച്ചിട്ടുള്ള വർത്താനം പറച്ചിലൊന്നും നിന്റെ പേരന്റെ ഉള്ളിൽ നടക്കൂല കേട്ടോ. പിന്നെ നിങ്ങളെ മകള് ഓരോ പണിയെടുത്തിട്ടും വേണ്ടാത്തത് കാട്ടിയിട്ടൊക്കെയാണ് ആ കുട്ടീനാണ്ട് ഇല്ലാതാക്കിയത്. നിന്റെ മകനിക്ക് ഇപ്പൊ ഒരു കുട്ടീനാണ് നഷ്ടപ്പെട്ടു. അതിനിപ്പോ ഓൾക്ക് വേണ്ടേക്കാരം. അതിനിക്ക് നല്ല ഉറപ്പാ. അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് ഒരു കുട്ടി ഉണ്ടാവാതിരിക്കോ. ഇപ്പൊ എന്റെ മകനിക്ക് വാണച്ചിട്ട് ഇപ്പൊ ഒന്നുണ്ടായപ്പോ അതിന് ഓള് കൊന്നു. കൊന്നു തന്നെ ഞാൻ പറയുള്ളൂ. നിങ്ങൾ എന്റെ മുഖത്ത് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഓളോട് ഞാൻ പറഞ്ഞതാണ് പണിയോളൊന്നും എടുക്കണ്ട, ചെയ്യണ്ട, ആ താഴെ പോയിട്ട് വേണം തിരുമ്പാന്. അത് ഞാൻ ഓളോട് അറിഞ്ഞു തിരുമ്പണ്ട, ഓള് ചെയ്തോളാം. ഓള് പിന്നെ എന്തിനു വന്നത് എങ്ങണ്ട്? ഓൾക്ക് പണിയെടുത്ത് കൊടുക്കാനല്ലേ. എങ്ങനെയെങ്കിലും എന്റെ മകന്റെ ചോരയിൽ ഒരു കുട്ടി ഉണ്ടായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചതാ. അപ്പൊ ഓൾക്ക് വേണ്ട. ഇനി നിങ്ങളെ മകൾ നിങ്ങൾ കൊണ്ടുപോവാ നല്ലത്. ഇവിടെ ഇങ്ങനെ 24 മണിക്കൂർ ഈ മൂലക്കിരുന്ന് നൊലോത്സാനൊന്നും പറ്റൂല. ഇനി ആരും ഒരുക്കി കൊടുക്കൂച്ചിട്ട് ഈ റൂമിൽ ഇങ്ങനെ ഇരിക്കണത്. പറഞ്ഞതല്ലേ ഡോക്ടർ. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു തന്നോളൂ. ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് ഇപ്പൊ കുട്ടി പോയപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി റെസ്റ്റ് എടുക്കാൻ. ഇനി എന്ത് റെസ്റ്റാ? ഇപ്പൊ റെസ്റ്റ് എടുക്കായിട്ടാ. ഈ പെരനുള്ളത് പണികളൊക്കെ എടുത്ത് നിന്നോട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മകളോട് കൊണ്ടുപോയിക്കോളൂ. ഇനി എന്റെ മകനിക്ക് ഇങ്ങനത്തെ ഒരു പെണ്ണെന്നെ വേണ്ട. പേറുമില്ല, ഒന്നും ഇല്ലാത്തൊരു പെണ്ണ്. പറഞ്ഞാ എന്തെങ്കിലും കേക്കോ? അതും ഇല്ല. നിങ്ങൾ പോവാണെങ്കിൽ ഞാൻ പോവാൻ നോക്കി. ഞങ്ങക്ക് ഇവിടെ വേറെ കുറെ പണികളുണ്ട്. അന്നെ ഈ അവസ്ഥയിൽ ഇട്ടിട്ട് ഉമ്മ എങ്ങനെ പോവാ? ജാണ്ട് പോരെ. ഓല് പറയണത് കേട്ടില്ലേ? പച്ച വെള്ളം പോലും ഉമ്മാന്റെ കുട്ടിക്ക് കിട്ടൂല. പോയിക്കോളിമ്മ, പോയിക്കോ. വർത്താനം പറയാ. മകള് കണ്ണി കണ്ടൊക്കെ ഓരോന്ന് ഇങ്ങനെ കാട്ടി വെച്ചിങ്ങാണ്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് വലിയ കാര്യ. പോവാനുള്ള ആൾക്കാരൊക്കെ വേഗം പോയി തന്നാ ഏറ്റവും നന്ദി. അങ്ങോട്ട് വരി. കഴിഞ്ഞില്ല എന്റെ റൂമിൽ ഇരുന്നിട്ടുള്ള മോങ്ങല് ആ കുട്ടിനെ ഇല്ലാതാക്കിയപ്പോ എനിക്ക് സമാധാനമായല്ലോ. ഞാൻ എന്ത് തെറ്റായിക്ക ചെയ്തത്? ഇന്നിങ്ങനെ പറയാന് എന്റെ അവസ്ഥ നിങ്ങക്ക് മനസ്സിലാവൂലേ? പിന്നെ എന്റെ അവസ്ഥ എന്നോട് പണിയെടുക്കണ്ടെന്ന് പറഞ്ഞാല് കേക്കൂലല്ലോ.
ഞാൻ എന്ത് പറഞ്ഞിട്ട് നിങ്ങളെ മനസ്സിലാക്കുക? ഞാൻ എങ്ങനെയൊക്കെ അതിനില്ലാതാക്കോ? നിങ്ങൾ എന്ത് എന്റെ മാനസികാവസ്ഥയും കൂടി മനസ്സിലാക്കാത്ത? എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. ഒരു കുട്ടി പോയതിന്റെ വേദന എന്താന്നുള്ള എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഓളൊരു കള്ളക്കണ്ണൂരി വെച്ച് ഇറങ്ങിക്കോള്. പിന്നെ ഇനി നമ്മളാണ് ഇത് ചെയ്തിക്കണെന്നുള്ള നിങ്ങളെ നാവുമെന്ന് വരരുത്തിട്ടോ. പേടിയാണ് ഓളെ. എന്തേലും പ്രശ്നമായി കഴിഞ്ഞാൽ ഓ നമ്മളെ ഇവിടുന്ന് ആട്ടും. പറയാനൊന്നും പറ്റൂല. എനിക്ക് നല്ല പേടിയുണ്ട്. ഈ ദിവസങ്ങൾ കൊണ്ട് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ തൊള്ളേന്നൊന്നും വരുമൊന്നുമില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. ഇനി പറയോ എന്താ ഒന്നും അറിയില്ല. എന്തായാലും ഈ ദിവസങ്ങളൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ടാ മതിയെന്ന് വെച്ച് പറഞ്ഞ പോലെ. എന്തായാലും ഞാൻ പറഞ്ഞ ഇക്ക് വിശ്വസിക്കൂല. ഞാൻ എന്തായാലും വൈകുന്നേരം പോവും. പിന്നെ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ എത്താ കേൾക്കണേ. ശ്രദ്ധിച്ചോളുണ്ടു. അന്ന് ഇജ്ജ് പോയിക്കോ. ഇനിയിപ്പൊ എന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ വിളിച്ച് പറയണ്ട്. ഓള് കേക്കോ? കഥ പേടി. അത് വാങ്ങി അത് ഞങ്ങൾ അവിടെ ഉണ്ട് ഒരു കട, അവിടുന്ന് വാങ്ങിയതാണ്. പീരിയഡ്സ് ആവാനുള്ളത് എന്ന് പറഞ്ഞിട്ടാ വാങ്ങിയിരിക്കുന്നത്. അതാ ഞാൻ കലക്കി കൊടുത്തത്. ജാട് പോരെ, നമുക്ക് അവിടെ പോയി ഇരിക്കാതെ നല്ലത്. വായ കഴിഞ്ഞില്ല എന്റെ കള്ളനുലോളി. പണിയെടുക്കേണ്ടി വരും വിചാരിച്ചിട്ട് ഇപ്പോഴും ഇരുന്ന് ഇങ്ങനെ നൊലോളിച്ച് തന്നെയാണ് അല്ലേ? എന്റെ കുട്ടീനാണ്ട് ഇല്ലാതാക്കി ഇങ്ങാണ്ട്. അനക്ക് എന്താ വേണ്ടതെന്ന് അറിയോ? കഴിഞ്ഞ നിങ്ങളെ പറച്ചില് കഴിഞ്ഞിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാ ബാക്കി കാര്യങ്ങള്. അല്ലെങ്കിൽ എന്തുണ്ടിട്ട് നിങ്ങൾ ഇന്നെങ്ങനെ പറയണ്ടല്ലോ. കാര്യം അറിയാതെ നിങ്ങൾ കൊറേ നേരം ഇങ്ങനെ സംസാരിക്കൽ തുടങ്ങിയിട്ട് നിങ്ങളെ ഉമ്മാന്റെയും പെങ്ങളെയും വാക്ക് കേട്ടുകൊണ്ട് ഇന്റെ നേരക്ക് ഇങ്ങനെ എടുക്കാണ്. ഇനി കൂടുതൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നേക്കായി നല്ലതേ ഇത് കണ്ടാ മനസ്സിലാവും. കണ്ടോക്ക്. പിന്നെ ഇനി നമ്മളാണ് ഇത് ചെയ്തിക്കണെന്നുള്ള നിങ്ങളെ നാവുമെന്ന് വരരുത്തിട്ടോ. പേടിയാണ് ഓളെ. എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ ഓ നമ്മളെ ഇവിടുന്ന് ആട്ടും. പറയാനൊന്നും പറ്റൂല. എനിക്ക് നല്ല പേടിയുണ്ട്. ഈ ദിവസങ്ങൾ കൊണ്ട് കഴിഞ്ഞ് കിട്ടിയാൽ മതിയാ. എന്റെ തൊള്ളേന്നൊന്നും വരുമൊന്നുമില്ല. എനിക്ക് നല്ല പേടിയുണ്ട്. ഇനി പറയോ എന്താ ഒന്നും അറിയില്ല. എന്തായാലും ഈ ദിവസങ്ങളൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ടാ മതിയെന്ന് വെച്ച് പറഞ്ഞ പോലെ. അത് ഞങ്ങൾ അവിടെ ഉണ്ട് ഒരു കട, അവിടുന്ന് വാങ്ങിയതാണ്. പീരിയഡ്സ് ആവാനുള്ളത് എന്ന് പറഞ്ഞിട്ടാ വാങ്ങിയിരിക്കുന്നത്. അതാ ഞാൻ കലക്കി കൊടുത്തത്. ഞാൻ ഏതാ മോള് ഓളെ കൊണ്ട് ആദ്യം പണിയോളൊക്കെ എടുപ്പിച്ച് നോക്കാൻ വയറുവേദന വരുത്തിച്ച്. എന്നിട്ട് പിന്നല്ലേ ഞാൻ ആ ഉളിക കലക്കി കൊടുത്തത്. നിങ്ങൾ എന്തെന്നെ പറ്റി വിചാരിച്ചത്? ഇപ്പൊ കണ്ടങ്ങള് ഇനി എന്താ നിങ്ങൾക്ക് പിന്നെ പറയാൻ തോന്നുന്നത്? നിങ്ങളൊരു സ്വത്തിന് മുതലിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഉമ്മയും പെങ്ങളും ഇത് കാട്ടിയിരിക്കുന്നത്. പോലെ അത് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുട്ടി ഉണ്ടാവുമായിരുന്നില്ലേ? ഇപ്പൊ എന്താ ഉണ്ടായത്? ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ അത് അറിയായിരുന്നോ? ഇത് പറിച്ചോനായിട്ട് കേൾപ്പിച്ചെന്നതാ. ഈ വഴി പറിച്ചോനായിട്ട് എന്റെ ചെവിയിൽ കേൾപ്പിച്ചെന്നതാ. ഇനി എന്തെങ്കിലും പറയുള്ളൂ ഞങ്ങൾ ഉമ്മാനോട് പെങ്ങന്മാരോട് പറഞ്ഞോളി. ഞാൻ എന്റെ പെരേക്ക് പോവാ. എനിക്ക് ഞാൻ ആരും വേണ്ട. ആരും എവിടേക്കും പോകൂല. ഇവിടുന്ന് പോവാനുള്ള ആൾക്കാരെ വേറെയാണ്. എനിക്കറിയാം എന്താ ചെയ്യണ്ടെന്ന്.
രണ്ടാളും കൂടി നല്ല വർത്താനാണെന്നല്ലോ. എന്താണാവലെ ഓളെ ചീത്തറിയിക്കാരെ. അല്ലടി അനക്ക് പോവാനായിട്ടില്ലേ? ഞാൻ ഉച്ചരിഞ്ഞിട്ടാ പോണു. എന്തേ? അല്ല ഇജ്ജിപ്പൊ പോയിക്കോ, ഉമ്മാനും കൊണ്ടേക്കോ പിന്നാലട്ടോ. ഇപ്പൊ പോവാനോ? അതെന്തിനാ? എന്തിനാന്നോ ഉമ്മയും മകളും കൂടി കാട്ടിക്കൂട്ടിയത് എന്താന്നുള്ളത് ഞാൻ ഞാനൊന്നും കാണിച്ചല്ലോ. ഒന്നും കാട്ടിട്ടൊന്നുമില്ല. എന്റെ പെണ്ണുങ്ങള് വെറുതെ പറയണേ. ഇതാ എന്റെ മേത്തേക്ക് ഇട്ടിട്ടുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലാന്ന് വേണ്ട. മേത്തേക്ക് ഇടേ? അപ്പൊ ഇതെന്താടി നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ അല്ലേ? ഞാനിവിടക്ക് ഉമ്മാനായിട്ട് പോണത്. ഞാൻ ഉമ്മാനായിട്ടൊന്നും പോവില്ല. പറ്റുള്ളൂ. ഇജ്ജുമ്മയും കൂടി ഇറങ്ങിക്കോ. ഇമ്മാനോട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറയാനുള്ള എന്ത് അധികാരം എനക്കുള്ളത്? ഇത് നമ്മളെ വാപ്പ ഉണ്ടാക്കിയ മുതലല്ലേ. അപ്പൊ ഉമ്മാക്ക് ഇതില് അവകാശപ്പെട്ടതാ. ഉമ്മാക്ക് മാത്രല്ല ഇക്കും അവകാശപ്പെട്ട തന്നെയാണ്. ഒരു അവകാശക്കാരത്തി വന്നിക്കണ്. എന്നടി വാപ്പ ഇതിൽ എന്തേലും ഉണ്ടാക്കിയിരിക്കണത്? ഈ പേരൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. മര്യാദക്ക് ഇറങ്ങി പോവാൻ നോക്കിക്കോ. ഇനി ഇവിടെ ഒരു നിമിഷം ഈ നിക്കാൻ പാടില്ല. ഇമ്മാനൊന്നും ഞാൻ കൊണ്ടുപോവില്ല. ഉമ്മ ഇവിടെ വന്നോട്ടെ, ഞാൻ പോയിക്കോളാം. ഇനി ഇങ്ങനെ ഒരു പെങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ടേ ആരും എടുക്കണ്ട. ഞാൻ പോവന്നെയാണ്. എന്നാ വേഗം പോവാൻ നോക്ക്, അല്ലെങ്കിൽ എന്റെ കൈ എന്റെ മോത്ത് പതി. ഉമ്മാക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലല്ലേ? എന്നെ ഈ കണ്ടതൊക്കെ പറഞ്ഞപ്പോ ഉമ്മ എന്താ പറയാ? പോയിക്കോ. ഉമ്മയും കൂടി ഇറങ്ങിയിട്ടുണ്ടെങ്കി ഞാൻ എവിടേക്ക് പോവാനാ? ഇജ്ജ് പോയിക്കോ. ഞാൻ പോവന്നെയാണ്. എന്റെ മാപ്പിളയും കുട്ടികളുണ്ടല്ലോ അവിടെ. ഞാൻ അവിടെ നിന്നോണ്ട് നിങ്ങളേക്ക് ആരേക്കും ഞാൻ വരുന്നൊന്നുമില്ല. ഏത് മാപ്പിളയും കുട്ടികളും ഓനക്കും വിട്ടുകൊടുത്തിക്കണ് ഞാൻ ഈ വീഡിയോ. ഇനി അങ്ങോട്ടും പോവാൻ പറ്റൂല. എന്റെ സുഖത്തിന് വേണ്ടിട്ട് ഏജ് ഐറ്റങ്ങളും കൊല്ലൂലെന്ന് എന്താ ഉറപ്പ്? ഹലോ ഇക്ക, ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. വീഡിയോ അത് ഈ ഇമ്മയും കൂടി കൂട്ടുന്നിട്ടാ അങ്ങനൊക്കെ ഉണ്ടായത്. എനിക്ക് ഞാനാണ്ട് വരട്ടേക്ക് നിങ്ങളെയും കുട്ടികളെ അടുത്തേക്കും വരണം. അല്ലിക്ക, ഹലോ ഹലോ ഇമ്മ ഊലി ഞാട് കേറണ്ടെന്ന് പറഞ്ഞിക്കണ്. ഞാൻ എങ്ങോട്ട് പോവാ? എങ്ങോട്ട് പോയാലും വേണ്ടില്ല, തെരുവുക്ക് ഇറങ്ങിയാലും വേണ്ടില്ല, ഇജ്ജ് ഇവിടുന്ന് ഇറങ്ങിക്കോ. വേഗം പോവും ഇവിടുന്ന്, സ്ഥലം കാലിയാക്ക്. ഈ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ള വെച്ചാല്, അടങ്ങി ഒതുങ്ങി ഇവിടെ നിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിക്ക, ഇല്ലെങ്കിൽ നിങ്ങൾക്കും പോവാ. ഒത്തിന് വേണ്ടിട്ട് സ്വന്തം മകന്റെ കുട്ടിനെ നാണുണ്ട് നിങ്ങക്ക്.